ഹലോ, വെൽക്കം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മൂത്രത്തിലെ പഴുപ്പിനെ പറ്റിയാണ്, അല്ലെങ്കിൽ മൂത്രത്തിലെ ഇൻഫെക്ഷൻ. ഇപ്പോൾ ഒരു കുട്ടി കരയുവാണെങ്കിൽ, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ കരയുവാണെങ്കിൽ അതൊരു പക്ഷേ മൂത്രത്തിലെ പഴുപ്പ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് മൂത്രത്തിലെ പഴുപ്പാണോ എന്ന് അറിയുന്നത്? ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആ കൊച്ചിൻ്റെ സിംറ്റംസാണ്. അതായത് മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ കൊച്ചിന് മൂത്രം ഒഴിക്കുമ്പം നീറലുണ്ടാവും, വേദന ഉണ്ടാവും. അപ്പോൾ ആ കൊച്ച് കുറച്ച് മൂത്രം ഒഴിക്കും, പിന്നെ നിർത്തും, നീറുമ്പോൾ നിർത്തും, പിന്നെ മൂത്രം ഒഴിക്കും, പിന്നെ നീറുമ്പോൾ നിർത്തും. ഇല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ കൊച്ച് കരയും വേദന കൊണ്ട്. കുറച്ചും കൂടെ വലിയ കുട്ടികളാണെങ്കിൽ അവർ പറയും അടിവയറ്റിൽ വേദന ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയില്ല, കൊച്ചു മൂത്രം ഒഴിക്കുന്നതിന് മുമ്പാണ് കരയണമെങ്കിൽ, ഇപ്പോൾ പല അമ്മമാരും പറയും മൂത്രം ഒഴിക്കുന്നതിന് മുമ്പ് അവൻ കുറച്ച് കരയും, അല്ലെങ്കിൽ അവൾ കുറച്ച് കരയും. മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇത് മൂത്രത്തിലെ പഴുപ്പല്ല. ഇത് നമ്മൾ വിശക്കുമ്പോൾ കുട്ടികൾ കരയണമാതിരി മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പം അവർ കരയുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പഴുപ്പ് ഉണ്ട് ഇല്ലയോ എന്ന് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ കൾച്ചർ ചെയ്ത് നോക്കണം, പസൽസ് ഉണ്ടോ എന്ന് നോക്കണം. 10ൽ കൂടുതൽ പസൽസ് ഉണ്ടെങ്കിലേ നമ്മൾ ഇൻഫെക്ഷൻ എന്നുള്ളതിനെ പറ്റി കണക്കാക്കുള്ളൂ. 10ൽ കുറവാണ് പസലെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത കുറവാണ്. രണ്ടാമത് നമ്മൾ കൾച്ചർ ചെയ്യുകയാണ്. കൾച്ചർ ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലാണ് കൾച്ചർ എടുക്കുന്നത്. പലപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും ലാബറട്ടറി ചെന്നു, അപ്പോൾ അവിടെ ഒരു ഇന്ദ്രിയത്തിൻ്റെ അവിടെ ഒരു ബാഗ് ഒട്ടിച്ചു, ആ ബാഗിൽ വരുന്ന മൂത്രം എടുത്ത് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൾച്ചർ പോസിറ്റീവ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ ബാഗ് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള തൊലിയിൽ നിന്നുള്ള അണുക്കളെല്ലാം ഈ ബാഗിൻ്റെ അകത്ത് മൂത്രത്തിൻ്റെ ഒപ്പം വരും. അപ്പോൾ ആ കൾച്ചർ എപ്പോഴും പോസിറ്റീവായിരിക്കും. അത് പോസിറ്റീവ് ആയതുകൊണ്ട് കൊച്ചിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിന് വലിയ അർത്ഥമില്ല. അപ്പോൾ പിന്നെ ഒരു തരത്തിൽ നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ക്യാച്ച് സ്പെസിമെൻ, അല്ലെങ്കിൽ മിഡ് സ്ട്രീം സ്പെസിമെൻ എന്ന് പറയും. അതായത് കൊച്ചു മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ധാരയിൽ നിന്ന് കുറച്ച് മൂത്രം ഈ ലാബറട്ടറിയിൽ നിന്ന് വരുന്ന സ്പെഷ്യലായിട്ടുള്ള കുപ്പി കൊണ്ട് ആ കുറച്ച് മൂത്രം പിടിച്ചിട്ട് നമ്മൾ ടെസ്റ്റിന് വിടണം. അപ്പോൾ ആദ്യം വരുന്ന മൂത്രത്തിൽ ആ മൂത്രനാളിലുള്ള അണുക്കളുണ്ടെങ്കിൽ അതങ്ങ് കഴുകിപ്പോക്കോളും. പിന്നെ വരുന്ന മൂത്രമാണ് ഇതിലെടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ എടുത്ത് അതിലൊരു 1,00,000 കൂടുതൽ അണുക്കൾ ഉണ്ടെങ്കിൽ നമ്മളതിന് മൂത്രത്തിൽ ഇൻഫെക്ഷൻ നമ്മൾ പറയും. അത് കുറവാണെങ്കിൽ ഒരു പക്ഷേ അത് കണ്ടാമിനേഷൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ്റെ ഇന്ദ്രിയത്തിൻ്റെ തുമ്പത്തുള്ള തൊലിയിൽ നിന്ന് വന്നതോ, പെങ്കൊച്ചാണെങ്കിൽ അതിൻ്റെ ആ മൂത്രനാളിയുടെ ചുറ്റുമുള്ള ദശയിൽ നിന്ന് വന്നോ ഒക്കെ ആവാം. ഇനി വേറൊരു തരത്തിലെടുക്കുന്നതാണെങ്കിൽ നമ്മൾ കത്തീറ്റർ സിസ്റ്റം എന്ന് പറയും. അതായത് ഡോക്ടർ ഒരു ട്യൂബ് ഇട്ട്, മൂത്രനാളിൽ കൂടെ ഒരു ട്യൂബ് ഇട്ട് മൂത്രാശയത്തിൻ്റെ അകത്തുള്ള മൂത്രം എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വിടും. അങ്ങനെ ആണെങ്കിൽ ഒരു 50,000 കൂടുതൽ അണുക്കളുണ്ടെങ്കിൽ അതും നമ്മൾ പോസിറ്റീവാണെന്ന് പറയും. പിന്നീടുള്ളത് ഡോക്ടർ ഒരു നീഡിൽ കൊണ്ട് അതിനെ നമ്മുടെ അടിവയറ്റിൽ ഒരു നീഡിൽ കൊണ്ട് കുത്തി മൂത്രാശയത്തിൻ്റെ അകത്തുള്ള മൂത്രം എടുത്ത് ടെസ്റ്റ് ചെയ്യണം. ഇത് വളരെ അക്യുറേറ്റാണ്. പക്ഷേ അത് കൊച്ചിന് വേദന ഉണ്ടാക്കുന്നൊരു പ്രൊസീജിയറാണ്, ഒരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾ മറ്റേതിൽ രണ്ടിലും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഇതിലേക്ക് നമ്മൾ പോവാറുള്ളൂ. പിന്നെ ഇത് കൂടാതെ ഇനി വേറെ എന്തൊക്കെയാണ് ഇത് വരാനുള്ള കാരണങ്ങളെന്നും കൂടെ നമുക്ക് നോക്കണം. ഏറ്റവും കോമൺ ആയിട്ടുള്ള വരുന്നത് നമ്മൾ വിട്ടുപോകുന്ന ഒരു കാരണം മലബന്ധമാണ്. കൊച്ചിന് 2 ദിവസം 3 ദിവസമായിട്ട് മലം പോയിട്ടില്ല. നമ്മൾ വലിയ കൊച്ചാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കില്ല, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഈ മലം വന്നിട്ട് നമ്മുടെ വൻകുടലിൻ്റെ അവസാന ഭാഗം റെക്ടം എന്ന് പറയും, അവിടെ വന്ന് അടഞ്ഞുകൂടി ഇതിൻ്റെ തൊട്ട് മുമ്പിലാണ് നമ്മുടെ മൂത്രാശയം ഇരിക്കുന്നത്. അപ്പോൾ ആ മൂത്രാശയത്തിൽ നിന്ന് മൂത്രം പോകാനുള്ളതിനെയും കൂടെ ഇത് ബാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂത്രം പോകാതിരിക്കുമ്പോൾ അതിൽ പിന്നെ അണുക്കൾ വളരും. വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ച് സ്കൂളിലായിരിക്കുമ്പോൾ മൂത്രം ഒഴിക്കില്ല. രാവിലെ പോയാൽ വൈകുന്നേരം വരെ മൂത്രം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവിടുത്തെ മൂത്രപ്പേര അത്ര ശുദ്ധിയില്ലാത്തതായിരിക്കാം, ചിലപ്പോൾ അവരുടെ നാണം കൊണ്ടായിരിക്കാം. എന്തായാലും ഇങ്ങനെ പിടിച്ചു വയ്ക്കുമ്പം മൂത്രാശയത്തിലെ പ്രഷർ കണ്ടമാനം കൂടും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വിരലിൽ നമ്മളൊന്ന് അമർത്തുവാണെങ്കിൽ അതിൻ്റെ ചുറ്റും ഒരു ബ്ലാഞ്ചിങ് വരും, ഒരു വിളർച്ച വരും. അപ്പോൾ അങ്ങനെ വരുന്ന പോലെ ഈ മൂത്രാശയത്തിൻ്റെ അകത്തുള്ള മ്യൂക്കോസ എന്ന് പറയുന്ന ആ തൊലിയിൽ അകത്തുള്ള ലെയറിൽ ബ്ലഡ് സപ്ലൈ കുറയും. അപ്പോൾ എവിടെ ബ്ലഡ് സപ്ലൈ കുറഞ്ഞോ അവിടെ ഈ അണുക്കൾ വളരാനുള്ള സാധ്യത നമ്മൾ കൂടുതലായിട്ട് കാണണം. അപ്പോൾ പിന്നെ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കൊച്ചിനുണ്ടാകുമ്പോൾ തന്നെ അവരെ നാപ്പിയിലോ അല്ലെങ്കിൽ നമ്മളെ പാമ്പറിലോ ഇടുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൊച്ചു മലം പോകുന്നു, മൂത്രം പോകുന്നു, എല്ലാം പാമ്പറിൻ്റെ അകത്ത് കിടക്കുക, നമ്മൾ കാണുന്നില്ല.
പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണിയായിരുന്നു കെട്ടിയിരുന്നത്. അപ്പോൾ തുണി നനഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം, അപ്പോൾ അത് ഉടനെ മാറ്റും. ഇപ്പോൾ നമ്മളത് സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ച് അപ്പനും അമ്മയും ഇപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കുറേ നേരം അവന് നനഞ്ഞ് കുതിർന്നിരിക്കും. അപ്പം ഈ മലത്തിൽ നിന്ന് അണുക്കൾ മൂത്രനാളിക്കൂടെ അകത്തേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെയുള്ളത് രക്തത്തിൽ അണുക്കൾ വളരുവാണെങ്കിലാണ്. ഇപ്പം രക്തത്തിൽ അണുക്കൾ വരുവാണെങ്കിൽ അത് നമ്മുടെ കിഡ്നി കൂടെ ഫിൽറ്റർ ചെയ്ത് നമ്മുടെ മൂത്രനാളിയിലും മൂത്രാശയത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ വരുന്ന അണുക്കൾ മൂത്രം ഒഴിക്കുമ്പോൾ അങ്ങ് പോവും. പക്ഷേ മൂത്രത്തിലൊരു തടസ്സമുണ്ടെങ്കിൽ ഈ അണുക്കൾ അവിടെ കെട്ടിക്കിടന്ന് വളരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇത് എന്തൊക്കെയാണ് ഇതിന് വേറെ കാരണങ്ങൾ വെച്ചാൽ അനാറ്റമിക്കലായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ കൊണ്ട് വരുന്ന എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്ന് മൂത്രനാളിയിലെ ഒരു തടസ്സമാണ്. നമ്മൾ പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ്സ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള സയൻറ്റിഫിക് നെയിം. അതായത് നമ്മുടെ മൂത്രനാളിയിൽ ഒരു പാട, ഇത് ജന്മന ഉണ്ടാകുന്നതാണ്. ഏകദേശം ഒരു 15-16 ആഴ്ച പ്രായമുള്ളപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. അപ്പോൾ ഈ തടസ്സം കാരണം മൂത്രം പുറത്തോട്ട് പോകണില്ല. അപ്പോൾ അതുകൊണ്ട് മൂത്രാശയത്തിൽ മൂത്രം കെട്ടിക്കിടന്ന് അവിടെ പ്രഷർ കൂടും. അങ്ങനെ പ്രഷർ കൂടുമ്പം അത് കിഡ്നിയിലേക്ക് പോയിട്ട് കിഡ്നിക്കും ഡാമേജ് വരും. ഈ യൂറിറ്റർ എന്ന് പറഞ്ഞാൽ യൂറിറ്റർ കണ്ടമാനം വികസിക്കും, മൂത്രാശയത്തിനും കേടുവരും. ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതൊരു 24 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് കീഹോളായിട്ട് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അമ്മയുടെ വയറ്റിൽ കൂടെ ഒരു കീഹോളായിട്ട് ഒരു ലേസർ കടത്തി ഈ പാട നമുക്ക് കരിച്ചു കളയാൻ സാധിക്കും. അപ്പോൾ കൊച്ചിൻ്റെ കിഡ്നി ഡാമേജ് ആവാണ്ട് ഒരർത്ഥത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ആ കിഡ്നിനെ. ജനിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അതിലേക്കൊരു ട്യൂബ് ഇടും, ആദ്യം ഒരു കത്തീറ്റർ ഇടും. അപ്പോൾ ഈ പാടെ ബൈപ്പാസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കിഡ്നി പ്രൊട്ടക്റ്റഡ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്റേയും ഒക്കെ എടുത്ത് നോക്കിയിട്ട് എന്താ പ്രശ്നം ഇതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കിഡ്നിക്കും പ്രോബ്ലം വരാൻ യൂറിറ്ററിനും പ്രോബ്ലം വരാം. അപ്പോൾ എന്താ ആക്കൂടിയുള്ള പ്രശ്നങ്ങൾ എന്നൊന്ന് വകയിരുത്തിയിട്ട് ഈ പാട പൊട്ടിച്ച് നമുക്ക് അതും കീഹോളായിട്ട് വെച്ചാൽ മൂത്രനാളിക്കൂടെ ഒരു സിസ്കോപ്പ് ഒരു കരുവിട്ട് അത് നമുക്ക് പാട പൊട്ടിച്ച് കളയാൻ പറ്റും. ഒരു ഇൻസ്ട്രുമെൻറ്റ് ഞാൻ അതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, പാറ്റൻറ്ററാണ്, ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കത് പൊട്ടിച്ച് കളയാൻ സാധിക്കും. പക്ഷേ പൊട്ടിച്ച് കളഞ്ഞാലും ഈ കൊച്ചിന് ജീവിതകാലം മുഴുവൻ നമ്മൾ നോക്കേണ്ടി വരും. കാരണം കിഡ്നി ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഡാമേജ് ആയിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഡാമേജായ കിഡ്നിക്ക് ഭാവിയിൽ ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നങ്ങളും പ്രോട്ടീനൂരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഇതിനൊന്ന് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ കിഡ്നിക്ക് കാര്യമായ ഡാമേജ് ഉണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ വരും കുട്ടിക്ക്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കൊച്ചിന് ചുമ ജലദോഷമായിട്ട് ഡോക്ടറെ എടുത്ത് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ നോക്കാറില്ല. കാരണം കുട്ടികൾക്ക് സാധാരണ ബ്ലഡ് പ്രഷർ അസുഖം വരാറില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു കുട്ടിക്ക് നമുക്ക് ഒരു 6 മാസം കൂടുമ്പോഴോ കൊല്ലത്തിലൊരിക്കലും ഒന്ന് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ വരുന്നത് വേറൊരു തടസ്സം കിഡ്നിയുടെ തൊട്ട് താഴെ. ഞാൻ പറഞ്ഞല്ലോ കിഡ്നിയിൽ നിന്നൊരു യൂറിറ്റർ എന്ന് പറഞ്ഞൊരു ട്യൂബ് വന്നിട്ടാണ് മൂത്രത്തിൽ ചേരുന്നത്. അപ്പോൾ ഈ കിഡ്നിയും യൂറിറ്ററും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ചുരുങ്ങി നാരോ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കിഡ്നിക്ക് തടസ്സം, മൂത്രം താഴേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കിഡ്നിക്ക് ഡാമേജ് വരാം. ഇതും നമുക്ക് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് ഗർഭപാത്രത്തിൽ വെച്ച് ചികിത്സ ആവശ്യമില്ല. കാരണം സാധാരണ ഇതൊരു സൈഡിനെ വരാറുള്ളൂ. ഇനി 2 സൈഡിൽ വന്നാൽ തന്നെ ഈ തടസ്സം കംപ്ലീറ്റ് തടസ്സമല്ല. മറ്റേ പോസ്റ്റീരിയർ വാൽവിൻ്റെ പോലെ കിഡ്നിക്ക് അത്രമാത്രം ഡാമേജ് വരുന്നൊരു തടസ്സമല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ പക്ഷേ വേറൊരു കാര്യം നമ്മൾ ഇതിൻ്റെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ഒരു 10% കുട്ടികൾക്ക് തന്നെ മാറും. അതായത് ഹോള് ചെറുതാണ്, പക്ഷെ കുട്ടി വലുതാവുമ്പോൾ ആ ഹോളും പതുക്കെ വലുതാവും. അങ്ങനെ ഹോള് വലുതാവുമ്പം മൂത്രം താഴേക്ക് പോകും, ഇത് മാറും. അപ്പം സാധാരണഗതിയിൽ നമ്മൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു DTPA സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ എടുത്ത് നോക്കും, ഒരു ന്യൂക്ലിയർ സ്കാനാണ്. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ കിഡ്നിക്ക് എന്തോരം തടസ്സമുണ്ട്, കിഡ്നിക്ക് ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ കിഡ്നിക്ക് കാര്യമായിട്ടുള്ള ഡാമേജ് ഇല്ല, തടസ്സം കാര്യമായിട്ടില്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് ഒന്നും കൂടെ DTP എടുത്ത് നോക്കും. അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യും. അല്ല തടസ്സം കൂടിയിട്ടുണ്ട്, കിഡ്നിക്ക് ഡാമേജ് വരുന്നുണ്ടെന്ന് കാണുവാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്തത് മാറ്റും. പിന്നെ അൾട്രാസൗണ്ട് ചെയ്ത് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ കിഡ്നിക്ക് ഭയങ്കരമായിട്ടുള്ള വീർമതയുണ്ട്, അത് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടെന്ന് അൾട്രാസൗണ്ടിൽ തോന്നുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി 3 മാസമൊന്നും വെയിറ്റ് ചെയ്യില്ല. ചിലപ്പം 1 മാസമോ 2 മാസമോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ പ്രായമുള്ളപ്പോൾ തന്നെ നമ്മളത് സർജറി ചെയ്ത് ആ തടസ്സം മാറ്റേണ്ടി വരും. അപ്പോൾ കിഡ്നിക്ക് അത്രമാത്രം ഡാമേജ് ഉണ്ടെന്ന് നമുക്ക് അൾട്രാസൗണ്ടിൽ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ. മൂന്നാമതൊരു മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്ക്യൂറിറ്റിക് റിഫ്ലക്സ് എന്ന് പറയും. അതായത് കൊച്ചു മൂത്രം ഒഴിക്കുമ്പോൾ കുറച്ച് മൂത്രം പുറത്തോട്ട് പോവും, കുറേ മൂത്രം തിരിച്ച് കിഡ്നിയിലേക്ക് കയറിപ്പോവും.
അപ്പോൾ ആ കിഡ്നിയിലേക്ക് കയറി പോകുന്ന നല്ല പ്രഷറിലാണ്. കിഡ്നിയുടെ നോർമൽ പ്രഷർ എന്ന് പറയുന്നത് ഏതാണ്ട് 5 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറാണ്, വെള്ളമുള്ളൂ. അതേസമയം മൂത്രാശയത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ തൊട്ട് 100 സെൻറ്റിമീറ്റർ വരെ വരാം മൂത്രം ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും പ്രഷർ കിഡ്നിയിലേക്ക് ചെല്ലുമ്പോൾ ആ കിഡ്നിക്ക് ഡാമേജ് വരും. പിന്നെ കുറച്ച് മൂത്രം കിഡ്നിയിലേക്ക് പോയി തിരിച്ചു വരുന്നതുകൊണ്ട് കുറേ മൂത്രം ഇങ്ങനെ മേപ്പോട്ട് കയറും കീഴ്പോട്ട് വരും. അപ്പോൾ അത് വിട്ടു പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഇൻഫെക്ഷനും വരും. ഇതാണ് ഈ വെസ്ക്യുലേറ്ററി റിഫ്ലക്സിൽ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം. ഇത് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതും കൊച്ചു കുട്ടികളാണെങ്കിൽ നമ്മളിപ്പം ഇതിന് ആദ്യം ഒരു DMS സ്കാൻ എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയർ സ്കാൻ ഉണ്ട്. അതെടുത്ത് നോക്കിയിട്ട് കിഡ്നിക്ക് കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് ആളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കും. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം പല കുട്ടികളുടെയും ഈ റിഫ്ലക്സ് തന്നെ മാറും. അപ്പോൾ തന്നെ മാറിയില്ല, നമ്മൾ അടുത്ത DMS ചെയ്യുമ്പോൾ കിഡ്നിക്ക് ഡാമേജ് വരുന്നതായിട്ട് കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ DMS തന്നെ കിഡ്നിക്ക് കാര്യമായിട്ടുള്ള ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് എന്തെങ്കിലും സർജറിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സർജിക്കൽ എന്ന് പറഞ്ഞാൽ 2-3 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഒന്ന്, നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഡെക്സൽ എന്ന് പറഞ്ഞ ഒരു മരുന്ന് കുത്തിവെക്കുകയാണ്. അത് ഈ യൂറിറ്റർ വന്ന് മൂത്രാശയം ചേരുന്നതിൻ്റെ അവിടെ ഡെക്സൽ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കണം. ആ ഇഞ്ചക്ഷൻ തന്നെ ഒരു ml തന്നെ 19,000 രൂപ വിലയുണ്ട്. പക്ഷെ അത് വരുമ്പോൾ അവിടെ ഒരു ചെറിയ തടിപ്പ് വരും. അപ്പോൾ ആ തടിപ്പ് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള റിഫ്ലക്സൊക്കെ മാറും. പക്ഷെ എന്നാൽ അതിനൊരു 65-70% അതിനൊരു സക്സസ് റേറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു ഓപ്പറേഷനല്ല, ഒരു ദിവസം കിടക്കേണ്ട കാര്യമുള്ളൂ. ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്ങ് പോകുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെച്ചം. ഇനി ഇത് കൂടാതെ കീഹോളായിട്ട് നമുക്ക് ഈ ആ വാൽവിൻ്റെ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞില്ല, ആ വാൽവ് രണ്ടാമത് നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും, രണ്ടാമത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് കീഹോളായിട്ട് വെച്ചാൽ മൂത്രാശയത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കരിക്കൾ ഇട്ടിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഇട്ടിട്ട് അത് നമ്മൾ രണ്ടാമത് ചെയ്യും. അപ്പോൾ അതിനൊരു 3 ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകൾ കൊടുക്കും. മൂത്രത്തിൽ പഴുപ്പ് വരാൻ ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടാവും രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ MCU എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എടുത്ത് നോക്കണം. അങ്ങനെയാണ് നമ്മൾ റിഫ്ലക്സ് ഉണ്ടോ എന്ന് അറിയുന്നത്. വെച്ചാൽ മൂത്രാശയത്തിലേക്ക് നമ്മളൊരു മരുന്ന് ഇടുമ്പം അത് തിരിച്ച് കിഡ്നിയിലോട്ട് കയറി പോകുന്നുണ്ടോ എന്ന് അറിയണം. ഇങ്ങനെയാണ് ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മളിതിൻ്റെ ഡയഗ്നോസിസ് തന്നെ അങ്ങനെയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അത് തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ റിഫ്ലക്സ് എല്ലാം മാറിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് പിന്നെ നമുക്ക് നിർത്താം. പക്ഷേ എന്നാലും ഞാൻ പോസിറ്റീവ് തൊഴിലാളിൻ്റെ കാര്യം പറഞ്ഞ മാതിരി കിഡ്നിക്ക് ഈ കൊച്ചിനക്ക് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ ബ്ലഡ് പ്രഷർ വരാനും പ്രോട്ടീനൂരിയ വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ടോ, ആൽബുമിൻ ഉണ്ടോ, ബ്ലഡ് പ്രഷർ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് ബുദ്ധിയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ചെറിയ നമ്മുടെ ഒബ്സർവേഷൻ കൊണ്ട് വലിയ ആപത്തുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ മൂത്രധാര എങ്ങനെയാണ്. ഇപ്പോൾ പറ്റുന്ന വെച്ചാൽ കുട്ടി ജനിച്ച ഉടനെ നമ്മളതിനെ പാമ്പറോ നാപ്പിയോ എന്തെങ്കിലും കെട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും മൂത്രധാര നമ്മൾ കാണുന്നില്ല. അപ്പോൾ ജനിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ആ മൂത്രധാര എങ്ങനെയുണ്ട്. കാരണം സാധാരണഗതിയിൽ ഒരു ന്യൂബോൺ ജനിച്ച ഉടനെ ഒരു കുട്ടി മൂത്രം ഒഴിക്കുമ്പം അത് ആ കുട്ടിയുടെ കാലിൻ്റെ മുട്ടിന് പുറത്ത് ചെല്ലണം. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത്രയും നീളത്തിൽ അത് നീട്ടി ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ പോസിറ്റീവ് തൊഴിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. 2, നമ്മൾ നോക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ മാതിരി കൊച്ചു കൂടെ മൂത്രം ഒഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൊച്ചു മൂത്രം പിടിച്ചു വയ്ക്കുന്നുണ്ടോ, അറിയാണ്ട് മൂത്രം പോകുന്നുണ്ടോ. വെച്ചാൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒന്ന് അവളുടെ നിക്കറോ ഉടുപ്പോ ഒന്ന് അഴിച്ച് നോക്കി അറിയാൻ പറ്റും നനഞ്ഞിരിപ്പുണ്ടോയെന്ന്. എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പം നനഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട്, കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ കൊച്ചിപ്പോൾ മൂത്രം ഒഴിക്കാൻ പോകണമെന്ന് നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പ് മൂത്രം ഒഴിച്ച് പോവുക. ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമുക്കത് കൊച്ചിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഈ കിഡ്നിയും ബ്രെയിനും ഒരിക്കൽ നശിച്ചുപോയാൽ നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ നശിക്കാതെ നോക്കാമെന്നുള്ളൂ, നശിച്ചുപോയാൽ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. താങ്ക് യു.